ആനന്ദ് ഫോൺ എടുക്കുന്നില്ല. അവൻ ഒരിക്കലും എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടില്ല. എന്തു പറ്റിയെന്നറിയാൻ വയ്യല്ലോ കൃഷ്ണേട്ട. ഇതിപ്പോ മണിക്കൂർ കുറെ ആയല്ലോ. നീ വെറുതെ ടെൻഷൻ ആകണ്ട. ഒരുപക്ഷെ ഫോൺ കാറിലോ മറ്റോ ആയിട്ടുണ്ടാവും. അതെ ചേച്ചി, അന്ന് ഓർമ്മയില്ലേ ആനന്ദിനെ കണ്ടില്ലെന്നും പറഞ്ഞ് നമ്മളെല്ലാവരും ഭയന്നു പോയത്? കുറച്ചു കഴിഞ്ഞപ്പോ ആ ലോഗോ ഡിസൈനിലെ കണ്ണുകളുടെ ഉടമ കല്യാണിയാണെന്നും പറഞ്ഞ് ആനന്ദ് സന്തോഷത്തോടെ വന്നു കയറിയത്. അതുപോലെ എവിടെയെങ്കിലും പോയതായിരിക്കും. ആനന്ദ് ഇപ്പൊ ഇങ്ങ് വരും. ആന്റി, ആന്റി ആനന്ദിന്റെ നമ്പറിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു നോക്കാം. ശരി. ആരൊക്കെ എന്തൊക്കെ ട്രൈ ചെയ്താലും അതുകൊണ്ടൊന്നും കാര്യമില്ല. ആനന്ദും കല്യാണിയും ഇപ്പൊ ജയിലില്ല. ഞാൻ വിചാരിച്ചാലേ ഇനി പുറത്തു വരൂ. ഞാൻ എങ്ങനെയാ വല്യുഞ്ഞിനെ രക്ഷപ്പെടുത്തുക? രക്ഷിക്കണേ, വല്യുഞ്ഞിനെ ഒരു ആപത്ത് വരാതെ കാക്കണേ ദേവി. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ദേവി. Changes that can be reversed easily by reversing the conditions to obtain a substance in its original form is called a reversible change. Example, blowing off electrical bulb, stretching of a rubber band. Conditions to obtain a substance in its... എന്റെ ദൈവമേ, കൊള്ളാലോ. അപ്പൊ നീ കളക്ടറായിട്ട് അടങ്ങുമല്ലേ? ഇത്രയും നേരമൊക്കെ ഇരുന്ന് പഠിക്കുമല്ലേ? ഷടാ, ഇതിപ്പോ പഠിക്കുന്നതും കുഴപ്പമായോ? ഒന്ന് നേരത്തെ കിടക്കാന്ന് വിചാരിച്ചാ ഒരാള് തുടങ്ങും, നിനക്കൊന്നും പഠിക്കാനില്ലേടാ, പോയിരുന്ന് പഠിയെന്ന്. ഇപ്പതാ വേറൊരാൾ വന്നിട്ട് ചോദിക്കുന്നു ഇത്രയും നേരം ഇരുന്ന് പഠിക്കണം. അയ്യോ, ക്ഷമിക്കണ്ട കളക്ടർ സാറേ, അച്ഛൻ വെറുതെ പറഞ്ഞതാണേ. അല്ല, കളക്ടർ സാർ അത്താഴം കഴിച്ചോ എന്തോ? ഇല്ല. ആ, എന്നാ ഇതൊക്കെ എടുത്തു വെക്ക്. ഇനി ആഹാരം കഴിച്ചിട്ടാവാൻ പഠിത്തം. എന്താണാവോ, ഇന്ന് നല്ല വിശപ്പുണ്ട്. കല്യാണി, അച്ഛൻ ചായ പിന്നെ മതി, ആഹാരം എടുത്തു വെക്ക്. അച്ഛാ, ചേച്ചി ജോലി കഴിഞ്ഞ് എത്തിയില്ല, അതാ ഞാൻ പഠിച്ചോണ്ടിരുന്നെ. ആഹാ, ചുമ്മാതല്ല പഠിത്തത്തിന് ഇത്ര ആത്മാർത്ഥത. അല്ല, സമയം 10 കഴിഞ്ഞല്ലോ, ഇന്നെന്താ മോൾ ഇത്ര വൈകുന്നേ? അറിയാൻ വയ്യ അച്ഛാ, ജോലി തീർന്നിട്ടില്ലായിരിക്കും. ഞാൻ പോയി നോക്കിട്ട് വരാം. അച്ഛനെത്തിന്നറിഞ്ഞാലേ ചേച്ചി ഇങ്ങ് പോന്നോളൂ. ശരി, നീ വേഗം പോയി നോക്കിട്ട് വാ. അച്ഛന് നല്ല വിശപ്പുണ്ട്. ശരി.
സുജാതേച്ചി. ഇതാര് അനിയൻ കുട്ടനോ? ചേച്ചി എവിടെ പോയി സുജാതേച്ചി? കല്യാണി ജോലി കഴിഞ്ഞു പോയിട്ട് മണിക്കൂർ 2 അവളിതുവരെ വീട്ടിൽ വന്നില്ലേ? ഇല്ല, ഇതുവരെ എത്തിയില്ല. 2 മണിക്കൂറായോ പോയിട്ട്? അതെ, സ്വന്തം മൊബൈൽ കിച്ചണിൽ വെച്ചിട്ടാ പോയത്. എന്തായാലും ഇത് വീട്ടിൽ വെച്ചേക്ക്. ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനും സേവരേട്ടനും പോവാ. കല്യാണി വല്ല അമ്പലത്തിലോ മറ്റോ പോയി കാണും. അമ്പലവാസിയാണല്ലോ. നീ ദാസേട്ടനോട് പറ അമ്പലത്തിൽ ചെന്ന് നോക്കാൻ. വാ സുജാത, പോവാ. ശരി ചേച്ചി. അമ്പലത്തിൽ പോയാലും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടല്ലേ പോവാറുള്ളൂ. ചേച്ചി ഇത് എവിടെ പോയി? അച്ഛാ, കല്യാണം എവിടെ പോനെ? ഇതുവരെ കഴിഞ്ഞില്ല അവളുടെ ജോലി? ചേച്ചി ആ വീട്ടിലില്ല. തൃച്ചംബരത്തില്ലെന്നോ? അതെ അച്ഛാ, എല്ലാ ജോലികളും തീർത്ത് ചേച്ചി 2 മണിക്കൂർ മുമ്പേ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. നീ എന്തൊക്കെയാ പറയുന്നേ? 2 മണിക്കൂർ മുമ്പേ ഇറങ്ങിയിട്ട് അവൾ ഇവിടെ വരാതെ എവിടെ പോവാനാ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? സുജാത ചേച്ചിയെ പറഞ്ഞത്. സുജാത കളി പറഞ്ഞതായിരിക്കും. നീ അവിടേക്കും തിരക്കി നോക്കിട്ട് വരാഞ്ഞെന്തേ? സുജാത ചേച്ചി പറഞ്ഞെങ്കിലും ഞാൻ അവിടെയൊക്കെ തിരക്കിയിട്ടച്ചാ വന്നത്. ചേച്ചി അവിടെ ഒന്നും ഇല്ല. അതെങ്ങനെ? അവള് പറയാതെ എവിടെയും പോകാറില്ലല്ലോ, അതും ഈ രാത്രിയില്. നീ വന്നേ, നമുക്കൊന്നുകൂടി തിരക്കി നോക്കാം. നീ വാ വാ. അമ്മയാണല്ലോ, എന്തു പറ്റിയേ? ഹലോ അമ്മേ, പറമ്മേ. അരവിന്ദേ, ആനന്ദ് വിളിച്ചിരുന്നോ നിന്നെ? ഇല്ലമ്മേ, ബ്രോയിന്ന് തന്നെ വിളിച്ചിട്ടേ ഇല്ല. എന്തു പറ്റി? നീ എവിടെ ഇപ്പോ? പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണമല്ലോ. അമ്മേ, ഞാനിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എന്തു പറ്റി? നല്ല ടെൻഷനിലാണെന്ന് തോന്നുന്നുണ്ടല്ലോ. എന്താ കാര്യം? അത് ആനന്ദ് ഇവിടെ ഇല്ല. കുറച്ചു നേരമായി ഞങ്ങളൊക്കെ മാറി മാറി ഫോൺ വിളിച്ചിട്ടും ആനന്ദ് എടുക്കുന്നില്ല. അമ്മയ്ക്കാകെ ടെൻഷൻ ആവുന്നു മോനെ. അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ ശബരി ബ്രോയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പൊ കിട്ടും നമ്മുടെ ബ്രോയുടെ ലൊക്കേഷൻ മാപ്പ്. നീ വിളിച്ച് കിട്ടിയാലുടൻ എന്നെ വിളിക്കണം. ഓക്കെ? ശരി അമ്മേ, ശരി അമ്മേ. ഓക്കെ ഓക്കെ, ശരി. ദാസ് വന്നത് നന്നായി. ആനന്ദ് എവിടെയെങ്കിലും പോകുന്നോ മറ്റോ ദാസിനോട് പറഞ്ഞായിരുന്നു? ഇല്ല സാർ, ഒന്നും പറഞ്ഞില്ല. സാറെന്താ അങ്ങനെ ചോദിക്കാൻ? അതെ, ആനന്ദിനെ കുറച്ചു നേരമായിട്ട് കാണുന്നില്ല. ഫോൺ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അവന് ദാസേട്ടനോടും മോളോടും കുറച്ച് പ്രേമം കൂടുതലാണല്ലോ. അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയോന്നറിയാൻ ചോദിച്ചേ ഉള്ളൂ. എനിക്കറിയില്ല മാഡം. ഞാൻ വന്നത് കല്യാണി ഇതുവരെ വീട്ടിലെത്തിയില്ല എന്ന് പറയാനാ. വെരി ഗുഡ്. ഇപ്പൊ ഈ പൂരക്കളി ഫൈനൽ റൗണ്ടിലേക്ക് കയറി. ഇനി കൂട്ടപ്പൊരിച്ചില്ല, തകർക്കും. എന്താ പറഞ്ഞത്? കല്യാണി വീട്ടിലെത്തിയില്ലെന്നോ? അതെ മാഡം. ഇവിടെ എന്തെങ്കിലും ജോലി കൂടുതലായിരിക്കും, അതാ വൈകിയെന്നാ ഞാൻ ആദ്യം കരുതിയത്. ഒരുപാട് താമസിച്ചപ്പോ
അനിയൻകുട്ടനെ വിട്ട് തിരക്കി നോക്കി. അപ്പോഴാണ് സുജാത പറഞ്ഞത് കല്യാണി പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അവൾ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എനിക്ക് ആകെ ഭയം തോന്നുന്നു. അത് കൊള്ളാലോ പറച്ചില്. എന്താ ദാസേട്ടാ, നാടകം കളിക്കാണോ നിങ്ങള്? എന്തൊക്കെയാ മേഡം ഈ പറയുന്നത്? ഞാൻ നാടകം കളിക്കുകയാണെന്നോ? അതെ, ഇത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ച് കളിക്കുന്ന നാടകം തന്നെയാ. ആദ്യം ചെമ്പരത്തിപ്പൂവും ചായയും കൊടുത്ത് അവൾ ആനന്ദിനെ മയക്കിയെടുത്തു. അഖിലേച്ചി എതിർക്കൂന്നായപ്പോ അവൾ അവനെയും വിളിച്ചോണ്ട് ഒളിച്ചോടി പോയിട്ടുണ്ടാവും. അതാ സംഭവം. വിലാസിനി, ഇനി മേലാൽ എന്റെ മോനെ കുറിച്ച് ഇങ്ങനെ സംസ്കാരമില്ലാത്ത രീതി സംസാരിക്കരുതും. അവൻ എന്റെ മോനാ, തൃച്ചംബരത്തെ രക്തം. എന്നെ മറന്നും കുടുംബത്തെ മറന്നും അവൻ ഒന്നും ചെയ്യില്ല. ആദ്യം അവൻ എവിടെയാ ഉള്ളതെന്ന് പോയി കണ്ടുപിടിക്കാൻ നോക്ക്. ബ്ലഡി ഫൂൾ. കഥവ് തുറക്ക്. അവിടെ ആരും ഇല്ലേ? ഒന്ന് രക്ഷിക്ക്. ആരെങ്കിലും വന്നത് കഥവ് തുറക്കാൻ. അകത്ത് ആളുണ്ടെന്ന് അറിയാതെ ആരും പൂട്ടി പോയതാ. ആരെങ്കിലും വന്നത് കഥവ് തുറക്ക്. തുറക്കാൻ. ആരെങ്കിലും കഥവ് തുറക്കാൻ. ആരെങ്കിലും വന്നത് കഥവ് തുറക്കാൻ. കല്യാണി, ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? കല്യാണി, കല്യാണി, കല്യാണി. അവളിനി സ്റ്റോർ റൂമിനകത്തെങ്ങാനും പോയി കാണുമോ? ഏയ്, കല്യാണി, കല്യാണി. ദേവി, ഞാൻ എത്ര നേരമായിട്ട് ഈ കഥയിൽ തട്ടി വിളിക്കുക. ഒരാൾ പോലും കേൾക്കുന്നില്ലല്ലോ. ഒരാൾ പോലും സഹായിക്കാനും ഇല്ലല്ലോ. ഞാനിത് എന്താ ചെയ്യാ?
നീ എങ്ങനെ ഇവിടെ? വല്യുഞ്ഞ് പശ ചോദിച്ചില്ലേ? ഞാൻ പശയായിട്ട് റൂമിൽ വന്നപ്പോ വല്യുഞ്ഞ് അവിടെ ഇല്ല. അപ്പൊ സുജാതേച്ചിയെ പറഞ്ഞത് വല്യുഞ്ഞ് സ്റ്റോർ റൂമിലേക്ക് പോണ കണ്ടുവന്ന്. ഞാൻ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോ വല്യുഞ്ഞ് ബോധമില്ലാണ്ട് താഴെ കിടക്കണതാ കണ്ടേ. എന്തു പറ്റിയതാ? മുത്തച്ഛന്റെ ഫോട്ടോ അന്വേഷിച്ച് വന്നതാ. ഇരുട്ടായതുകൊണ്ട് ലൈറ്റ് ഇടാൻ നോക്കി. പഴയ സ്വിച്ചല്ലേ, ഷോക്ക് അടിച്ചു. വല്യുഞ്ഞ് ബോധമില്ലാണ്ട് കിടക്കണം കണ്ടപ്പോ എന്റെ ജീവൻ അങ്ങ് പോയി. നെഞ്ചെടുപ്പ് നിന്നു പോയതുപോലെ. ഇപ്പൊ ബോധം വീണിങ്ങനെ ഇരിക്കണ കണ്ടപ്പോഴാ എനിക്ക് എന്റെ ജീവൻ തിരിച്ചു കിട്ടിയേ. വല്യുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ കൂടെ ഞാനും വന്നേനെ. എന്നോട് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ കല്യാണി? എന്റെ മാനം കാത്ത ആളല്ലേ. എന്നും കല്യാണിക്ക് കരുതലും തണലുമായ ഈ ആളില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലെന്നൊരു തോന്നല്. അല്ല കല്യാണി, ഞാനിവിടെ ബോധമില്ലാണ്ട് കുറെ നേരം കിടന്നായിരുന്നോ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യായിരുന്നു. അതാ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു പോയത്. അത് കൊള്ളാം. അപ്പോഴേ പോയി ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരണ്ടായിരുന്നോ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല. കഥക് ആരോ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക. കഥക് പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നോ? ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി, തുറക്കാൻ പറ്റിയില്ല. കഥക് തട്ടി ഒരുപാട് നിലവിളിച്ച് കരഞ്ഞിട്ട് പോലും ഒരാള് സഹായത്തിന് എത്തിയില്ല. അകത്ത് ആളുണ്ടെന്നറിയാതെ ആരെങ്കിലും അബദ്ധത്തിൽ പൂട്ടിയതായിരിക്കും. വാ പോയി നോക്കാം. ഹലോ, ആരെങ്കിലും ഉണ്ടോ പുറത്ത്? ഈ കഥ ഒന്ന് തുറക്ക്. ഹലോ, ആരെങ്കിലും കഥ ഒന്ന് തുറക്ക്. ആദ്യം കല്യാണി പറഞ്ഞപ്പോ പഴയ ഡോറായതുകൊണ്ട് കല്യാണിക്ക് തുറക്കാൻ പറ്റിയില്ലെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, ഇത് പുറത്തുനിന്ന് ആരോ ഓടാമലിട്ടിരിക്കുക. ഞാനും ഒരുപാട് തട്ടിയും വിളിച്ചൊക്കെ നോക്കിയതാ വലിയ. മൊബൈൽ റൂമിലായി പോയല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് തുറപ്പിക്കായിരുന്നു. ആ സമയമായി പോയില്ലേ? ഇനിയിപ്പോ ആരും സ്റ്റോർ റൂമിന്റെ അടുത്തേക്കൊന്നും വരും തോന്നില്ല. രാവിലെ ആരെങ്കിലും വന്ന് തുറക്കുമായിരിക്കും. ഇനി എന്താ ചെയ്യാ? എന്ത് ചെയ്യാനാ, രാവിലെ വരെ വെയിറ്റ് ചെയ്യും, അല്ലാതെ എന്ത് ചെയ്യാൻ? നല്ല കൊതുണ്ടെന്ന് തോന്നുന്നു. നമ്മളെ രണ്ടുപേരെയും മുത്തശ്ശൻ ഇങ്ങനെ സ്റ്റോർ റൂമിലിട്ട് പൂട്ടിക്കളഞ്ഞല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്തൊക്കെയാ വലിയ പറയണേ? മുത്തശ്ശൻ പൂട്ടുകയോ? മുത്തശ്ശന്റെ ഫോട്ടോ നോക്കിയാ ഞാൻ ഇതിനകത്ത് വന്നത്. എന്നെ നോക്കി നീയും. ഇപ്പൊ രണ്ടുപേരും ഇതിനകത്തായി. മുത്തശ്ശന്റെ ഫോട്ടോ നോക്കിയാ ഞാൻ ഇതിനകത്ത് വന്നത്. എന്നെ നോക്കി നീയും. ഇപ്പൊ രണ്ടുപേരും ഇതിനകത്തായി. ഇതിനും വിധി കാണുമായിരിക്കും. ഞാനിവിടെ തൂത്തെന്തെങ്കിലും വിരിച്ചു തരാം. വലിയ സ്വസ്ഥമായിട്ട് കിടന്നോളൂ. വേണ്ട കല്യാണി, ഞാനിവിടെ ഇരുന്ന് ഉറങ്ങിക്കോളാം. നീ ആ ചെയറിങ് എടുത്തേ.